സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴും ആഘോഷം മുടക്കാതെ സപ്ലൈകോയുടെ 50ാം വാർഷികാഘോഷം അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലളിതമായ ആഘോഷ ചടങ്ങുകളാണ് സംഘടിപ്പിക്കുന്നതെന്നാണ് സപ്ലൈകോയുടെ വിശദീകരണം. റിപ്പോർട്ട്. സപ്ലൈകോയുടെ രൂപീകരണ ലക്ഷ്യം സർക്കാർ തന്നെ മറന്നിരിക്കുകയാണ് 50ാം വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത്. ജൂൺ 25 ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഹാളിലാണ് ആഘോഷം നടക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ആഘോഷം സംഘടിപ്പിക്കുന്നതിനെതിരെ വിമർശനമുണ്ട്. എന്നാൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയെന്നും ലളിതമായ ചടങ്ങുകൾ മാത്രമാണുള്ളതെന്നും സപ്ലൈകോ മാനേജ്മെന്റ് വിശദീകരിക്കുന്നു. വിപണി ഇടപെടൽ ലക്ഷ്യം വെച്ച് 1974 സർക്കാർ സപ്ലൈകോ സ്ഥാപിച്ചത്. ഓരോ മാസവും 231 കോടി ശരാശരി വരുമാനമുണ്ടായിരുന്നത് ഇപ്പോൾ 100 കോടിയിൽ താഴെയായി കുറഞ്ഞുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ തന്നെ നിയമസഭയെ അറിയിച്ചിരുന്നു. വില കൂട്ടിയെങ്കിലും മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാക്കനിയാണ്. പഞ്ചസാര സ്റ്റോക്ക് എത്തിയിട്ട് 10 മാസം കഴിഞ്ഞു. 600 കോടിയിലധികം രൂപ കുടിശ്ശികയുള്ളതിനാൽ വിതരണക്കാർ സപ്ലൈകോയുമായി സഹകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കുടിശ്ശിക വീട്ടാനും പണം അനുവദിക്കാനും പിന്തുണ നൽകാനും ധനവകുപ്പും തയ്യാറാകുന്നില്ല. അവശ്യ സാധനങ്ങളില്ലാതെ സപ്ലൈകോ സ്റ്റോറുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ 50ാം വാർഷികാഘോഷത്തിന് എന്തു പ്രസക്തി എന്നതാണ് ചോദ്യം. ആഘോഷിക്കാൻ മാത്രം അഭിമാനമല്ല, അപമാനകരമായ നിലയിലാണ് സപ്ലൈകോയുടെ പ്രവർത്തനമെന്ന് സർക്കാർ തിരിച്ചറിയണം. സംസ്ഥാനത്തെ പൊതുവിതരണ സംവിധാനത്തെ ശാക്തീകരിക്കാൻ അടിയന്തര ഇടപെടലുകളും വേണം. റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, സപ്ലൈകോയുടെ റാക്കുകളിൽ സാധനങ്ങളില്ല, പക്ഷേ ആഘോഷം നടത്താൻ സർക്കാർ തീരുമാനിക്കുന്നു. ലളിതമായ ആഘോഷമാണ് എന്ന് പറയുമ്പോഴും അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാര്യം സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തപ്പോൾ ആഘോഷം നടത്തുന്നത് എന്തിന് എന്നൊരു ചോദ്യം പ്രസക്തമാണല്ലോ. സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത് എന്തായിരിക്കും എന്നൊരു ആശങ്ക സർക്കാരിനുണ്ടോ? ഉറപ്പായും അത് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. മുൻപൊക്കെ 1974 സപ്ലൈകോ വന്നു. മാവേലി സ്റ്റോറുകൾ നാട്ടിലാകെ പ്രചരിക്കുന്ന കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. MLA-മാരും ജനപ്രതിനിധികളും ഭക്ഷ്യവകുപ്പിന് നിവേദനം കൊടുക്കുമായിരുന്നത്രേ ഓരോ സ്ഥലത്തും മാവേലി സ്റ്റോറുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള മാവേലി സ്റ്റോറുകൾ പൂട്ടാനുള്ള നീക്കത്തിലാണ് ഇപ്പോഴുള്ളത് എന്നതാണ്. സാധനങ്ങൾ ഇല്ല, സാധനങ്ങൾ വിൽപ്പന നടക്കുന്നില്ല എന്നതടക്കമുള്ള പ്രതിസന്ധികളുണ്ട്. ഈ പലതരത്തിലുള്ള സർക്കാർ സേവനങ്ങൾ നൽകുന്ന ഒരു ഏജൻസി കൂടിയാണ് സപ്ലൈകോ. പക്ഷേ ആ സേവനങ്ങളുടെയൊന്നും പണം സർക്കാർ അനുവദിക്കുന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഒരു സപ്ലൈകോ സ്റ്റോറിന് മുന്നിലാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള സപ്ലൈകോ സ്റ്റോറിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ തുറന്ന് ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. സാധാരണ നിലയിലുള്ള തിരക്ക് കുറച്ചു കാലമായി സപ്ലൈകോ സ്റ്റോറുകളിലേക്കില്ല. നമ്മൾ പറയുന്നത് പോലെ 10 മാസത്തിലേറെയായി സബ്സിഡി ഇനത്തിലുള്ള പഞ്ചസാര സപ്ലൈകോ സ്റ്റോറിൽ സ്റ്റോക്ക് എത്തിയിട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വില ഫെബ്രുവരിയിൽ കൂട്ടിയിരുന്നു. പക്ഷേ ഒരു സാധനവും ഈ പൂർണ്ണമായി എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നില്ല എന്ന പ്രതിസന്ധി കൂടിയുണ്ട്. ഈ പ്രതിസന്ധിക്കിടയിൽ നട്ടം തിരിയുന്നതിനിടെയാണ് ആഘോഷം. ആ ആഘോഷത്തിന് എന്ത് പ്രസക്തി? 50ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോഴും ആ ആഘോഷത്തിന് എന്ത് പ്രസക്തി എന്ന വിമർശനമാണ് ഉയരുന്നത്. ലളിതമായ ചടങ്ങുകളൊക്കെയാണ്, വലിയ ആർഭാടമോ അലങ്കാരമോ ഒന്നും ഇല്ലെന്ന് സപ്ലൈകോ വിശദീകരിക്കുമ്പോഴും ഈ ആഘോഷം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പരാജയപ്പെട്ട സ്ഥാപനമായി സപ്ലൈകോ മാറുന്നു എന്ന പ്രതിപക്ഷ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് മാധ്യമങ്ങളും നൽകുന്നത്. അതിനിടെ ഈ ആഘോഷത്തിൻ്റെ വാർത്ത ജനങ്ങൾ തന്നെ വിലയിരുത്തുമെന്നാണ് നമ്മളും കരുതുന്നത്. അരുൺ. ആദിൽ പാലോട്, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സപ്ലൈകോയുടെ വിത്തൗട്ട് ആഘോഷം എന്ന് പറയാം അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്നേ ഉള്ളൂ. എന്തായാലും പഞ്ചസാര കിട്ടാനില്ല. സബ്സിഡി ഇനത്തിൽ എത്രയോ നാളുകളായി പഞ്ചസാര കിട്ടാനില്ല. സപ്ലൈകോ സ്റ്റോറുകൾ പലരും റാക്കുകൾ കാലിയായി കിടക്കുന്നു. സബ്സിഡി സാധനങ്ങൾ കൃത്യമായും ജനങ്ങൾക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തിരക്കും ഉണ്ടാവാറില്ല. അപ്പോൾ സപ്ലൈകോയുടെ ഒരു സാധ്യത ഇങ്ങനെ ചുരുങ്ങി വരുമ്പോഴാണ് ആഘോഷം നടത്തുന്നത്. ലളിതമാണ് ആഘോഷം എന്ന് പറയുന്നു, മധുരമിടാത്ത ചായ പോലെ.